നമസ്കാരം, എൻ്റെ പേര് സജി. ഞാൻ ദയാവിഷൻ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു വീഡിയോയുമായി വരാനുള്ള കാരണം, അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഈ മാസം 20-ാം തീയതി വരികയുണ്ടായി. അതായത് 2023 ജനുവരി 20-ാം തീയതി മദ്രാസ് ഹൈക്കോടതി ഒരു ഉത്തരവ് ഇറക്കുകയുണ്ടായി. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ ഫീസ് നിരക്കിൽ വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കാനുള്ള മികച്ച അവസരമൊരുക്കുന്ന തമിഴ്നാട് സർക്കാർ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി. ദയാവിഷനെ സംബന്ധിച്ച് അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ പഠന പരീക്ഷാ കേന്ദ്രമാണ് ദയാവിഷൻ. ആ നിലയ്ക്ക് നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി വിജയിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സാഹചര്യം തുടരുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി 2022 മാർച്ച് 25-നാണ് എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു ഉത്തരവ് UGC ഇറക്കുകയാണ്. ആ ഉത്തരവ് പ്രകാരം 2015 മുതൽ 2022 വരെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി PG കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് UGCയുടെ അംഗീകാരം ലഭ്യമല്ല എന്ന് ഒരു മോശം വാർത്തയാണ് നമ്മൾ കേട്ടത്. സ്വാഭാവികമായും കേരളത്തിലെ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി സർട്ടിഫിക്കറ്റ് കൈവശമാക്കിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിവിധ ജോലികളിൽ, വിവിധ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും വിവിധ ജോലികൾ നേടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, വിവിധ തരത്തിൽ പ്രമോഷൻ നേടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഒരു ദുഃഖവാർത്ത തന്നെയായിരുന്നു അത്. ദയാവിഷനിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഞങ്ങളെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. സ്വാഭാവികമായും അവർക്കുണ്ടായ ഉത്കണ്ഠ ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. ഞങ്ങളന്നും അവരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വർഷത്തെ അംഗീകാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് UGC ഇറക്കിയ ഈ ഉത്തരവ് സ്വാഭാവികമായും നമ്മുടെ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയിൽ എത്തുമ്പോൾ, നമ്മുടെ കോടതികളിൽ എത്തുമ്പോൾ, നമ്മുടെ നിയമ സംവിധാനങ്ങൾ അത് പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികൾ നിരപരാധികളാണെന്നും അവർക്ക് സ്വാഭാവികമായ അംഗീകാരം ലഭ്യമാകും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾ അന്നേ വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവച്ചിരുന്നു. ഞങ്ങളന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മാസം 20-ാം തീയതി മദ്രാസ് ഹൈക്കോടതി ഇറക്കിയ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്, അണ്ണാമലൈ യൂണിവേഴ്സിറ്റിക്ക് ഈ കാലയളവിൽ, നേരത്തെ പറഞ്ഞ ആ കാലയളവിൽ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ അംഗീകാരവും UGC നൽകാനായി ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. UGCയുടെ മുൻ ഉത്തരവ് പ്രകാരം, അതായത് 2022 മാർച്ചിലെ ഉത്തരവ് പ്രകാരം കേരളത്തിലേതടക്കമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന് ഈക്വലൻസി അഥവാ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിർത്തിവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായിട്ടും ഇത് പല വിദ്യാർത്ഥികൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നാൽ ഇപ്പോൾ നമുക്കൊരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ കോഴ്സുകൾക്കും 2015 മുതൽ 2022 വരെയുള്ള എല്ലാ കോഴ്സുകൾക്കും പൂർണ്ണമായ അംഗീകാരം ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് തുടർ പഠനത്തിന് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും തുടർ പഠനത്തിനുള്ള എല്ലാ സാഹചര്യവും വന്നു ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ PSC മുഖേന ജോലിക്ക് തടസ്സങ്ങളില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഉത്തരവ് അടുത്ത് തന്നെ
UGC ഇറക്കുമെന്നും നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അടുത്തത് തന്നെ വീണ്ടും നമ്മുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് എല്ലാം വിതരണം ചെയ്യുന്നത് പുനരാരംഭിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ടില്ല. ഏകദേശം 1-2 മാസത്തിനുള്ളിൽ ഒരു കൃത്യമായ തീരുമാനങ്ങൾ എത്തിയേക്കാം. UGCയുടെ ഓർഡർ അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ ദയാവിഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ദയാവിഷനിൽ പഠിക്കാത്ത തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതുമായ ഒരുപാട് വിദ്യാർത്ഥികൾ ഞങ്ങളെ നിരന്തരം വിളിക്കാറുണ്ടായിരുന്നു. അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ട, ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇനി എനിക്കിതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് UGC നിഷ്കർഷിക്കുന്ന, അതായത് UGCയുടെ തീരുമാനത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ്. അതായത് UGCയുടെ പുതിയ നിർദ്ദേശം എന്ന് പറഞ്ഞുകൂടാ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്ന നിർദ്ദേശം ഓരോ യൂണിവേഴ്സിറ്റിക്കും അതാത് സംസ്ഥാനങ്ങളിൽ മാത്രം പ്രവർത്തന പരിധി നിശ്ചയിക്കുക എന്നതാണ്. അവരുടെ ജുറിഡിഷ്യൽ പരിധി അതാത് സംസ്ഥാനങ്ങളിൽ മാത്രം നിലനിർത്തുക എന്നതാണ്. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനി ഭാവിയിലേക്കുള്ള പരീക്ഷ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് ഏത് സാഹചര്യമാണെങ്കിലും, ഇനിയിപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ, ഇനി തമിഴ്നാട്ടിൽ എഴുതണമെങ്കിൽ അവിടെ, എല്ലാ കാര്യത്തിലും ദയാവിഷൻ വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ ഉണ്ടാവും. യാതൊരുവിധ ടെൻഷനും ആർക്കും വേണ്ട. അതോടൊപ്പം എനിക്ക് പൊതുസമൂഹത്തോടൊരു കാര്യം പറയാനുള്ളത്, UGC പറയുന്നത് അതാത് സംസ്ഥാനങ്ങളിൽ തന്നെ പരീക്ഷാ കേന്ദ്രം വേണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു മാനുഷികമായൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും സാധാരണ പോലെ ഒരു ഗവൺമെൻറ് കോളേജിലോ അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലോ അല്ലെങ്കിൽ ഒരു പാരൽ കോളേജിലോ പോയി പഠിക്കാനുള്ള സാമൂഹിക സാഹചര്യം ഉള്ളവരായിരിക്കില്ല. പലരും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഇടയ്ക്ക് വെച്ച് പഠനം മുടങ്ങിപ്പോയവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലരും വിവിധ ജോലികളിൽ ഏർപ്പെട്ടവരായിരിക്കാം. അവർക്കിങ്ങനെ ഒരു റെഗുലറായിട്ട് ക്ലാസ്സിൽ പോയി പഠിക്കാനുള്ള സാഹചര്യമുള്ളവരായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരെവിടെ ജോലി ചെയ്യുന്നോ, അവരെവിടെ നിൽക്കുന്നോ ആ സംസ്ഥാനത്ത് പരീക്ഷാ കേന്ദ്രം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് സാങ്കേതിക പ്രശ്നമെന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതിൽ പൊതുസമൂഹം ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ വിദഗ്ധരായ നിയമവിദഗ്ധരൊക്കെയുള്ള ആളുകൾ, സാമൂഹ്യ പ്രവർത്തകർ, അവരെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പരീക്ഷ തമിഴ്നാട്ടിൽ പോയി എഴുതണം എന്ന് പറയുന്നത് കൊണ്ട് ഓരോ വിദ്യാർത്ഥികളെയും അവിടെ വരെ യാത്ര ചെയ്യുക എന്നൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നല്ലാതെ മറ്റ് യാതൊരു നേട്ടവുമില്ല. അതേസമയം ഇത്തരം കാര്യങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി വെച്ചിട്ടുള്ള UGC തന്നെ ഏതാണ്ട് 38ഓളം യൂണിവേഴ്സിറ്റികൾക്ക് ഓൺലൈൻ പഠനത്തിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾ എവിടെയാണോ അവിടെ ഇരുന്ന് അവർക്ക് പഠിക്കാം, ലോകത്ത് എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് പഠിക്കാം, അവിടെ ഇരുന്ന് പരീക്ഷ എഴുതാം. ഞാൻ പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ നല്ല നിർദ്ദേശം തന്നെയാണത്. കാരണം ലോകം പുതിയ ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ, മലയാളികൾ തന്നെ ഒരുപാട് ആളുകൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നു. അവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാനും അവിടെ ഇരുന്ന് പരീക്ഷ എഴുതാനുമുള്ള സാഹചര്യങ്ങൾ ഒരു ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും അനുകൂലമായ ഒരു ഘടകം എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ. അങ്ങനെ ഒരു സംവിധാനം കൊടുക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് ഏതാനും ചില യൂണിവേഴ്സിറ്റികൾക്ക് മാത്രം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ സംസ്ഥാനത്ത് തന്നെ പോയി പരീക്ഷ എഴുതണം എന്ന് പറയുന്നത് ഒരു വ്യക്തികളെ ബുദ്ധിമുട്ടിക്കുകയാണോ എന്ന് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ തന്നെ കാര്യക്ഷമമായിട്ട് പരീക്ഷ നടത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. എന്തിനീ വിദ്യാർത്ഥികളെ അവിടേക്ക് കൊണ്ടുപോകുന്നു? അതുപോലെ മാത്രമല്ല, വളരെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി. എൻ്റെ ഭാഷയിൽ ഞാൻ പറയുമ്പോൾ പാവങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിനെ വിശേഷിപ്പിക്കും. കാരണം ഈ 38 ഓൺലൈൻ പ്രോഗ്രാമുകൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റികളിലെ ഫീസ് സ്ട്രക്ചറൊക്കെ നമ്മൾ നോക്കുമ്പോൾ അണ്ണാമലൈക്ക് 3 കൊല്ലത്തേക്ക് ഡിഗ്രിക്ക് വരുന്ന ഫീസ്
അഥവാ 6 സെമസ്റ്ററിന് വരുന്ന ഫീസ് ഒറ്റ സെമസ്റ്ററിന് തന്നെ അത്തരം യൂണിവേഴ്സിറ്റികൾക്ക് അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും പൈസ കൊടുത്ത് പറ്റണമെന്നില്ല. അപ്പോൾ വളരെ പാവപ്പെട്ടവർ പഠിക്കുന്ന ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത ഞാൻ കണ്ടത് കൃത്യമായ സമയത്ത് പരീക്ഷ നടത്തുക, കൃത്യമായ സമയത്ത് റിസൾട്ട് പ്രഖ്യാപിക്കുക, കൃത്യമായ സമയത്ത് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുക. അപ്പോൾ ഇത്രയും ക്വാളിറ്റി നമ്മുടെ ആ കോവിഡ് സമയത്തൊക്കെ അവർ ഒരു മുടക്കവും കൂടാതെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി. ഇത്തരം ഒരു യൂണിവേഴ്സിറ്റികളെ നമ്മുടെ സർക്കാരും പൊതുസമൂഹവും പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഭാവിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി ഒരു ചർച്ചയിലേക്ക് വന്നിട്ട് ഇത് സാധാരണ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളും അതേപോലെ മറ്റ് ജുഡീഷ്യറി സംവിധാനങ്ങളൊക്കെ അനുകൂലമായി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. യൂട്യൂബിൽ കമൻറ്റിലൊന്നും എനിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ട്സിനൊന്നും മറുപടി തരാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് എൻ്റേതൊരു യൂട്യൂബ് കൊണ്ട് എന്താ പറയുക, അങ്ങനെ ഒരു യൂട്യൂബിൽ തന്നെ ഫുൾ ടൈം ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ആയിക്കോട്ടെ, ദയാവഷനിൽ പഠിക്കണമെന്നില്ല, എവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും നിങ്ങൾക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സുകളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. 6 മാസത്തെ +2 കോഴ്സ്, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി, PG, നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായാലും എന്നെ വിളിക്കാവുന്നതാണ്. അതേപോലെ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് ഇങ്ങനെ ഒരു വിധി വരാനുള്ള കാരണം ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട് സർക്കാർ, അണ്ണാമല യൂണിവേഴ്സിറ്റി, നിരവധി പൊതുപ്രവർത്തകർ, ഒരുപാട് വിദ്യാർത്ഥികൾ, എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി പോരാടിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദയാവഷൻ്റെ ഒപ്പം ഞങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ച് ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ വിദ്യാർത്ഥി സമൂഹത്തോടും നന്ദി പറയുന്നു. നമസ്കാരം.